ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ആത്മീയ യാത്രയിലേക്ക് നിങ്ങളേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജീവൻ്റെ ദാതാവായ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഈ മനോഹരമായ പ്രഭാതത്തിനായി നമുക്ക് നന്ദി പറയാം. രാത്രിയുടെ ഇരുട്ടിനെ മാറ്റി പുതിയ പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് ദൈവത്തിൻ്റെ ജീവദായകമായ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹം നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകളെ നീക്കി അങ്ങയുടെ പ്രകാശം നിറയ്ക്കണമേ. വിശ്വാസത്തിൻ്റെ ദീപം ഒരിക്കലും അണയാതെ സൂക്ഷിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചം ലോകത്തിലേക്ക് പകരുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന, അനുദിന പ്രഭാത തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിനു മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുൻപാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം മോശയോട് വിശുദ്ധ കൂടാരത്തിലെ ദീപം തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുവാൻ ആവശ്യപ്പെടുന്നതാണ് നാം കാണുന്നത്. അതിനായി ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കൾക്ക് നിർദ്ദേശം നൽകുന്നു. ഈ ദീപം ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്നതിൻ്റെയും പ്രതീകമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയ ദീപമുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ വിശ്വാസ ദീപം അണയാതെ നാം കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥന, ദൈവവചന ധ്യാനം, വിശുദ്ധ ജീവിതം എന്നിവയാണ് നമ്മുടെ ആ ആത്മീയ ദീപത്തിന് ആവശ്യമായ എണ്ണ. യേശുക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടുത്തെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രത്യാശയുടെ പ്രകാശം പകരുവാൻ കഴിയും. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ദീപം ഇപ്പോഴും ജ്വലിക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തിൽ ഓരോ ദിവസവും ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കപ്പെടുകയും കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ലോകത്തിലേക്ക് എത്തുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ദീപം ഒരിക്കലും അണയാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. പ്രാർത്ഥനയിലും ദൈവവചനത്തിലും വിശുദ്ധ ജീവിതത്തിലും വളരുവാൻ തമ്പുരാനെ
ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഇരുട്ടും നിരാശയും അനുഭവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങയുടെ പ്രകാശം അവിടുന്ന് തെളിയിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ആരോഗ്യവും ആത്മീയ വളർച്ചയും നിറയുമാറാകണമേ. ഇന്നത്തെ ദിവസം തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.